ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കേരള സർവകലാശാലയിലെ ഭാരതാംബ വിവാദത്തിൽ VC-ക്കെതിരെ കടുത്ത നിലപാടിലേക്ക് സിൻഡിക്കേറ്റ്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സെനറ്റ് ഹാൾ ഉപയോഗിച്ചത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം G. മുരളീധരൻ VC-ക്ക് കത്ത് നൽകി. വിഷയം ചർച്ച ചെയ്യാൻ ഉടൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, അപ്പോൾ VC-ക്കെതിരെയും ഗവർണർക്കെതിരെയും കടുത്ത നിലപാടിലേക്ക് നീങ്ങാനാണോ തീരുമാനം സിൻഡിക്കേറ്റിന്റെ? രജിസ്ട്രാറെ വിട്ടുകൊടുക്കില്ല, VC-യും ഗവർണറും ചേർന്ന് നടത്തുന്ന ഗൂഢനീക്കത്തിനെന്നാണോ ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്? ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. അതെ, എന്ത് വില കൊടുത്തും രജിസ്ട്രാറെ സംരക്ഷിക്കണമെന്ന നിലപാടാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ്, പ്രത്യേകിച്ച് CPM-ന്റെ നിർദ്ദേശപ്രകാരം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ പ്രസ്താവനകൾ കണ്ടാലും നമുക്ക് മനസ്സിലാകും രജിസ്ട്രാറെ ഒറ്റപ്പെടുത്താനും വ്യക്തിഹത്യ ചെയ്യാനും അനുവദിക്കില്ല എന്നും കൃത്യമായ നിയമപരമായ മാത്രം എടുത്ത നിലപാടുകളെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പേരിൽ VC-യും ഗവർണറും ചേർന്ന് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതുമാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. ഇപ്പോൾ ആ വിഷയത്തിൽ നിയമപരമായി നീങ്ങുകയാണ് സിൻഡിക്കേറ്റ്. ഇടത് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള G. മുരളീധരൻ, അദ്ദേഹം ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം ഇന്നലെ വൈസ് ചാൻസലർക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. അതായത് നിയമവിരുദ്ധമായിട്ടാണ് അന്ന് സെനറ്റ് ഹാൾ ഉപയോഗിച്ചത്. അത് തടയാൻ ശ്രമിച്ച രജിസ്ട്രാർ, അതായത് നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിയമവിരുദ്ധമായി ഈ സെനറ്റ് ഹാൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത് എന്ന വിഷയം കൃത്യമായി പരിശോധിക്കണമെന്നും അത് ചർച്ച ചെയ്യണമെന്നും സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് സംബന്ധിച്ച ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് ഈ കത്തിൽ നൽകിയിരിക്കുന്ന ആവശ്യം. ഏത് നിമിഷവും രാജ്ഭവനിൽ നിന്ന് രജിസ്ട്രാർക്കെതിരെ ഒരു നടപടി ഉണ്ടാകാം എന്നിരിക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറുവശത്ത് നിന്ന് രാഷ്ട്രീയപരമായി തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഇടത് സിൻഡിക്കേറ്റും CPM-ഉം തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും, അതായത് രജിസ്ട്രാർ ഈ VC-യുമായി പല ഘട്ടങ്ങളിൽ ഉടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് പൊതുവിലെ വിലയിരുത്തൽ പ്രകാരം ഇടത് സിൻഡിക്കേറ്റിനൊപ്പം ചേർന്ന് വന്ന് സർവകലാശാലയെ തകർക്കാൻ രജിസ്ട്രാർ ശ്രമിക്കുന്നു എന്നതാണ് ഈ VC-യുടെ നിലപാട്. എന്നാൽ അതേ മറിച്ചൊരു നിലപാട് സംഘപരിവാർ രാഷ്ട്രീയവൽക്കരണത്തിന് വേണ്ടി ഗവർണറും VC-യും ഒത്തുകളിക്കുന്നു എന്ന നിലപാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആരോപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ VC തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു ഗോപാൽ. എന്തായാലും കേരള സർവകലാശാല കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു VC-യെ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നിരന്തരം പ്രശ്നങ്ങളാണല്ലോ.